Assalamu alaikum, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ വെച്ച ഒരു സർബത്താണ്. അതിനു വേണ്ടി നമുക്ക് 2 പൈനാപ്പിൾ എടുക്കണം. നല്ല പഴുത്തതായിരിക്കണം. പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലുള്ള ജ്യൂസറിലാണ് ഞാൻ ജ്യൂസ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴെന്താ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജ്യൂസ് മാത്രമായിട്ട് വരും. ഇല്ലെങ്കിൽ മിക്സിയിൽ തന്നെ ചെറുതായി അരിഞ്ഞ് വെള്ളമൊന്നും ചേർക്കാതെ അരിച്ചെടുത്ത് അത് അരിച്ചെടുത്താൽ മതി. ജ്യൂസ് ഒന്ന് മെഷറിംഗ് കപ്പിൽ അളക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 3 കപ്പിൻ്റെ അടുത്തുണ്ട്. നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് 4 കപ്പോളം പഞ്ചസാര ഇതിലോട്ട് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കുറച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഇങ്ങനെ പത പൊങ്ങി വരും. അപ്പോൾ അതൊന്ന് നമ്മൾ എടുത്ത് മാറ്റണം. നറുന്നിൻ്റെ സിറപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പൈനാപ്പിളിൽ ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കലക്കി കൊടുക്കാനൊക്കെ കഴിയും. അപ്പോൾ ഈ സിറപ്പിൽ നിന്ന് പത പൊങ്ങി തുടങ്ങിയിരിക്കണം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കളയണം. സിറപ്പൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 20 മിനിറ്റോളം ഇളക്കി കൊടുത്ത് ഇനി നമുക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് പഞ്ചസാര കട്ടിയാവാതിരിക്കാൻ വേണ്ടിയാണ്. സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് തണുത്തതിന് ശേഷം സർബത്ത് ഉണ്ടാക്കാം. പൈനാപ്പിൾ സിറപ്പ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് സർബത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ 1/4 കപ്പിലും കൂടുതലായിട്ട് ഈ സിറപ്പ് ഒഴിക്കുക. അതിലോട്ട് കുറച്ച് ഫുള്ളാകുന്നത് വരെ ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് പൊതിനയും ഇട്ട് കൊടുത്താൽ നമ്മളെ സർബത്ത് റെഡി ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇപ്പോൾ പൈനാപ്പിൾ ആണെങ്കിൽ സുലഭമായിട്ട് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ കഴിയും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.